ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ എനർജി ആൻഡ് അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. എന്താണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് വിചാരിക്കുന്നത്, എന്താണ് അവരുടെ ഫീലിങ്സ്, എന്താണ് അവരുടെ തോട്ട്സ്, എന്താണ് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എനർജി എന്താണ്, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എന്താണ്. ദ സ്റ്റാർ കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ എനർജിനകത്ത് സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയിൽ സ്റ്റാർ കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾ ഹോപ്പ് കൊടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട്. ആൻഡ് പാസ്റ്റിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹീല് ചെയ്യുന്നുണ്ട് ഇപ്പം. ഓക്കെ, പാസ്റ്റിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പം ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലെറ്റ് ഗോ ചെയ്ത ആളുകളുണ്ട്, സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിട്ടുള്ള ആളുകളുണ്ട്, മൂവ് ഓൺ ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും. പക്ഷേ നിങ്ങൾക്കുള്ളിൽ ഒരു ഹോപ്പ് ഉണ്ട്, ഇതെപ്പോഴെങ്കിലും ശരിയാകും, അല്ലെങ്കിൽ ഇത് നിങ്ങളിലേക്ക് തന്നെ വരും എന്നൊക്കെയുള്ള ഒരു ഹോപ്പ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി ഹാങ്ഡ് മാൻ ആണ് വന്നിട്ടുള്ളത്. ഇതൊരു സ്ട്രക്ക്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എനർജിയാണ്. പോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഇവർ ഒരുപാട് പ്ലാൻ ചെയ്യാറുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്. പക്ഷെ ആള് സ്റ്റക്കാണ്, ഒരു ആക്ഷൻ ഇല്ലാതെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇനി നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് തോട്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് ഈ പേഴ്സന്റെ കറന്റ് തോട്ട്സ്? സൺ കാർഡാണ് വന്നിട്ടുള്ളത്. സൺ കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ പേഴ്സണ് നിങ്ങളുടെ കൂടുതലൊരു റിയൂണിയൻ ആഗ്രഹമുണ്ട്, ബട്ട് അത് ആക്ഷനിലേക്ക് എത്തുന്നില്ല. അതായത് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ഈ പേഴ്സൺ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് സൺ കാർഡ് നമുക്ക് റിവേഴ്സ്ഡ് വന്നിട്ടുള്ളത്. ആലോചിക്കുന്നുണ്ട്, ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, പക്ഷെ അതൊരു ഡിസിഷൻ ആയിട്ട് ഒരു ആക്ഷൻ ആയിട്ട് ഈ പേഴ്സൺ എടുക്കുന്നില്ല. കിങ് ഓഫ് കപ്സ് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഒരു സ്റ്റക്ക് എനർജിയാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഇവർ, നല്ല രീതിക്ക് തന്നെ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്നും ഒരു ആക്ഷൻ ഇല്ല. ഓക്കെ, അത് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പക്ഷെ വളരെയധികം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് അവർ വേണം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ്, ഡ്രീമും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് അതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് മാറുന്നത്. അത് അവർ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നൊരു കാര്യമാണ്. 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഇത്. പാസ്റ്റിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ അതേ സെയിം ഫീലിങ്സ് ഈ പേഴ്സൺ ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ എനർജിനകത്ത് നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം നിങ്ങൾക്കത് ഓർമ്മകളായതുകൊണ്ടാണ് നിങ്ങളത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. സെയിം ആയിട്ട് ഈ പേഴ്സണ് പാസ്റ്റിൽ ഇപ്പോഴും സ്റ്റക്കഡ് ആണ്. അതായത് പാസ്റ്റിലെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അവരുടെ മെമ്മറീസിലുണ്ട്, അവർ മറന്നുപോയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ പേഴ്സൺ എല്ലാം മറന്നുപോയി, ഈ പേഴ്സണിനെ കുറിച്ചിട്ടൊന്നും ആലോചിക്കുന്നില്ല. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ മറന്നുപോയിട്ടില്ല. ഇപ്പോഴും അവർ അതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അവര് ഇത് കണ്ടോ, അതിൽ ഡൗൺ എനർജി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ ഇപ്പോഴും ആലോചനയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് മാനിഫെസ്റ്റ് ആവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്കും അതേ ടെൻഡൻസി വരുന്നത്. പഴയ ഓർമ്മകളിലേക്ക് കടന്നു പോവുക, മറന്നു പോകാൻ, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതൊക്കെ ആ പേഴ്സന്റെ എനർജിയും കൂടി മിക്സ്ഡ് ആയതുകൊണ്ട്. ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. സോ ഇവിടെ ഏസ് ഓഫ് വാൻസിന്റെ എനർജി വരുന്ന സമയത്ത് ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ളൊരു റിയൂണിയൻ അത് ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരു റീബേർത്തും ഒരു മാരേജ് പോസിബിലിറ്റി ഒക്കെയാണ് ഈ ഏസ് ഓഫ് വാൻസിനകത്ത് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മാരേജ് വരെ എത്തിയിട്ടുള്ള ആളുകളായിരിക്കാം, എന്നിട്ട് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അത് ഈ പേഴ്സന്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനകത്ത് വരുന്നതാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ സ്റ്റക്കഡ് ആണ് ഈ പേഴ്സൺ എങ്കിൽ പോലും ആ സ്റ്റക്കായി നിന്നുകൊണ്ട് ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യാണ്. ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യാണ് ഇവര്. അപ്പം അങ്ങനെ ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ പേഴ്സൺ എന്താണ് അതിനകത്ത് മെയിൻലി ആഗ്രഹിക്കുന്നത് ഒരു മാരേജിന്റെ കാര്യമാണ്. ഓക്കെ, അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജ് പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഫീലിങ്സ് എന്താണ്, ഈ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ്?
ഇവിടെ അവസാനമായിട്ട് 10 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇവരുടെ ഫീലിങ്സിനകത്ത് ഒരു ഹാപ്പി ഫാമിലി, നിങ്ങളെ ഒരു മാരീഡ് പേഴ്സൺ ആയിട്ടാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. മേ ബി നിങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്, ഡേറ്റിംഗ് ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ലവ് പ്ലസ് ഒരു ഫാമിലി, സ്നേഹത്തോടെയുള്ള ഒരു ഫാമിലി, അതാണ് മെയിൻലി ഇവർ ഡ്രീം ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഫീലിങ്സിനകത്ത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇപ്പോഴും കൂടെ ഉള്ളതുപോലെ ഡ്രീം ചെയ്ത് നടക്കുന്ന ഒരാളുടെ എനർജിയാണിത്. ഓക്കെ, നിങ്ങളിവിടെ ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു എനർജി കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് ബെറ്റർ ആണ്. അതായത് നിങ്ങൾ പോകുന്ന വഴി ശരിയാണ്. ഓക്കെ, ഇതിപ്പം കൂടുതലും ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുന്നത് ഇതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ നിങ്ങളുടെ എനർജിനകത്ത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മൂവ് ചെയ്ത് പോകുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും ഈ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് ഇത് ഇത്രത്തോളം റെസനേറ്റ് ആവുക. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങൾ ചേസ് ചെയ്ത് ഇവരുടെ പുറകാലെ തന്നെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് റെസനേറ്റ് ആവാനുള്ള സാധ്യത കുറവായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ അവരുടെ എനർജീനെ റിലീസ് ചെയ്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി കാണിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ചേസിങ് നിർത്തുമ്പം അവർ റണ്ണിങ് നിർത്തുകയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ റെസനേറ്റ് ആവുക കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ.